അച്ഛാ, നിങ്ങളെന്താ ഇത്ര ലേറ്റ് ആയത്? അതിന് ഞങ്ങളൊട്ടും ലേറ്റ് ആയില്ലല്ലോ അച്ഛാ. വന്നു കയറുമ്പോ അച്ഛൻ എന്തെങ്കിലും ചോദിക്കണ്ടേ? അതല്ല മക്കളെ, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ ഞാനിവിടെ കാത്തിരിക്കുകയല്ലേ. ഈ ട്രാഫിക് പ്രോബ്ലം ഒന്നും അച്ഛൻ അറിയില്ലേ? അച്ഛനമ്മമാരുടെ മനസ്സിനും ചിന്തകൾക്കും ഒരു ട്രാഫിക് പ്രോബ്ലവും ഇല്ല. മക്കള് വരുന്നു എന്ന് പറഞ്ഞാ പിന്നെ ഓരോ നിമിഷവും അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാ. സമയം പോകുന്നില്ല എന്ന് തോന്നും. ഈ അച്ഛന്റെ ഒരു കാര്യം. നീ മോളെ ഇങ്ങ് തന്നെ. വാ മോളെ. ഓ, ഹലോ. കണ്ടില്ലേ സച്ചേട്ടാ അവൾ അച്ഛന്റെ കയ്യിൽ പോയത്? എത്ര ദിവസമായി അവൾ അച്ഛനെ കണ്ടിട്ട്, എന്നിട്ട് അവൾ അച്ഛനെ മറന്നിട്ടില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു വട്ടം ഒരാളെ കണ്ടാ മതി, ഇഷ്ടപ്പെട്ട പിന്നെ അവര് മറക്കത്തില്ല. അമ്മയടുത്ത് എവിടെ? നിക്ക് കേറാൻ വരട്ടെ. അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ചടങ്ങുകളോ? എന്ത് ചടങ്ങ്? അതൊക്കെ ഉണ്ട്. ആ, എപ്പോഴും വരുന്നത് പോലെ അല്ലല്ലോ, വിശേഷം കൊണ്ടല്ലേ വന്നത്. അപ്പൊ ആരതി ഒഴിഞ്ഞ് തന്നെ സ്വീകരിക്കണം അല്ലേ? അതിരിക്കട്ടെ, ആരുടെ ഈ പ്ലാൻ? എടുത്തിടാ? ഏയ് അല്ല, എനിക്കിതിൽ ഒരു റോളും ഇല്ല. അമ്മയുടെ പ്ലാനിങ്ങാ. ആ, ഇത്തവണ രണ്ടുപേരും കുറച്ചു ദിവസം ഇവിടെ നിക്കണം. ഏതായാലും 2 ദിവസം നിൽക്കാനുള്ള തയ്യാറെടുപ്പോടെയാണ് ഞങ്ങൾ വന്നത്. ഓരോ പൂമാലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഞങ്ങൾ അതും പ്ലാൻ ചെയ്തതാ. ഓ, പിന്നെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അത് മാത്രമായിട്ട് വേണ്ടെന്ന് വെക്കണ്ടായിരുന്നു. ഒരുപാട് നാളായല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. അതിനുള്ള ശിക്ഷയാണെന്ന് കരുതിയാ മതി. ഓഹോ, വാ, അകത്തേക്ക് വാ. കേറി വാ. ചെല്ലമകളെ. സന്ധ്യ, എന്തുപറ്റി? ആരാ നിന്നെ ഉപദ്രവിച്ചത്? നന്ദ, പെറുക്കി വെക്കട്ടെ. മതി. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് മതി ഇതൊക്കെ എടുത്തു വയ്ക്കുന്നത്. പറയും, ആരാ ഇവിടെ വന്നത്? അവന്തിക. ഇതിനവൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ. എന്ത് ചെയ്തിട്ടാ സന്ധ്യ അവളെ ഇത്രയ്ക്ക് ഉപദ്രവിച്ചത്?
എനിക്കറിയില്ല നന്ദ. വന്ന് കയറിയ പാടെ എന്നെ ഉപദ്രവിക്കായിരുന്നു. നീ ഗർഭിണിയാണോ എന്ന് ചോദിച്ചിട്ട് ഉപദ്രവം തുടങ്ങി. ആണെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെന്നെ കൊന്നേനെ. എന്റെ ഗർഭം കലങ്ങി പോട്ടെന്ന് പറഞ്ഞ് അവളെന്നെ ഉപദ്രവിച്ചത്. അവൾക്ക് ഭ്രാന്താണ്, ഒരു ഭ്രാന്ത്. കാണിച്ചു കൊടുക്കാൻ ഞാൻ. വേണ്ട നന്ദ, ദൈവീത് അവിടെ ചെന്ന് എന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പൊ തന്നെ നമ്മുടെ ബന്ധം അർച്ചനയ്ക്കും അവന്തികയ്ക്കും അറിയാം. എല്ലാവരും അറിയട്ടെ. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. സന്ധ്യയ്ക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? എന്റെ വേദനയൊന്നും നന്ദ കാര്യമൊക്കെണ്ട്. എനിക്കൊന്നുമില്ല. സാരമില്ല, അവളുടെ അഹങ്കാരം ഞാൻ നിർത്തിത്തരാം. ഇനി ആരെയും അവൾ ഇതുപോലെ ഉപദ്രവിക്കില്ല. ദേവീത് നന്ദ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇതിന്റെ പേരിൽ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയ കൂടുതൽ പ്രശ്നമാവുള്ളൂ. അത് പാടില്ല. ഇനി അവളെ കാണുമ്പോൾ സന്ധ്യ പേടിക്കാൻ പാടില്ല. പകരം സന്ധ്യയെ കാണുമ്പോൾ അവൾ പേടിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ അവൾക്ക് തെളിയിച്ചു കൊടുക്കാം. അതെന്റെ ഉത്തരവാദിത്വമാണ്. ഞാനത് ചെയ്തിരിക്കും. ഒരു തവണ നമ്മളിത് ക്ഷമിച്ചാൽ അവൾക്ക് ആത്മവിശ്വാസം കൂടും. പിന്നെ എവിടെ കണ്ടാലും അവൾ സന്ധ്യ ഉപദ്രവിക്കും. അവളെ പേടിക്കാതെ പിന്നെ സന്ധ്യയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. നല്ല അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. എന്റെ പേര് പറഞ്ഞല്ലേ അവൾ സന്ധ്യ ഉപദ്രവിച്ചത്. അപ്പോ അതിനുള്ള മറുപടി ഈ ഞാൻ തന്നെ കൊടുത്തോളാം. ആവണി മോൾ എപ്പോഴാ വരുന്നത്? സ്കൂള് വിട്ട് വരുമ്പോ 4:30 ഇടയ്ക്ക് കുറച്ച് ദിവസം അനൂപേട്ടൻ കൊണ്ടുവിട്ടോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ വീണ്ടും സ്കൂൾ ബസ്സിലായി. അതല്ലേ നല്ലത്. അതാവുമ്പോ കൂട്ടുകാരുടെ കൂടെയൊക്കെ ചിരിച്ച് സന്തോഷിച്ച് പോകാമല്ലോ. കൊണ്ടുവിടുന്ന ബുദ്ധിമുട്ട് നമുക്കുമില്ല. ചില ദിവസങ്ങളിൽ അനൂപ് പോകാൻ ലേറ്റാകും. അപ്പോൾ ആവണി മോളുടെ സ്കൂളിന്റെ സമയം തെറ്റും. അതുകൊണ്ട് സ്കൂൾ ബസ്സാ നല്ലതെന്ന് ഞാനാ പറഞ്ഞത്. ആ മോളെ, ഇനി എന്നാ നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ പോണ്ടത്? ഉടനെ പോയി കാണണം. ആ ഹോ, എത്ര നാളത്തെ പ്രാർത്ഥനയ്ക്ക് വഴിപാടിന് ശേഷമാ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷം വന്നത്. അച്ഛമ്മള് കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ. കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അത് പറ്റില്ല. നെല്ലിശ്ശേരിയിൽ ഞാനില്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യവും നടക്കില്ല. പ്രത്യേകിച്ച് അച്ഛൻ്റെ കാര്യം. അച്ഛൻ്റെ എല്ലാ ചിട്ടയും തെറ്റും. അത് ശരിയാ. ഇവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സേതുവാ. ആൺകുഞ്ഞായിരിക്കുമെന്ന് ഇന്ന് രാവിലെ ഫോൺ വിളിച്ചപ്പോ കൂടി പറഞ്ഞു. അത് ശരി. അതിനിടയില് മുത്തശ്ശന്മാർ രണ്ടുപേരും കൂടി അങ്ങ് തീരുമാനിച്ചോ? കൊച്ചുമക്കളുടെ കാര്യല്ലേ, തീരുമാനിച്ചോട്ടെ. ആ, ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എനിക്കൊരുപോലെ തന്നെ. ഓഹോ, നെല്ലിശ്ശേരിയിൽ ഇപ്പോൾ ഉള്ളത് 2 പെൺകുഞ്ഞുങ്ങളല്ലേ? ഇവിടെ ഉള്ളതും പെൺകുഞ്ഞ്. അപ്പോൾ ഇനി ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് കൊള്ളാം, നല്ല ആഗ്രഹം തന്നെ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ, ആരാ? ഹലോ, അനൂപേട്ടന്റെ വൈഫ് മീര ചേച്ചിയല്ലേ? ആ അതെ, ആരാ? ചേച്ചി, അനൂപേട്ടന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫാ ഞാൻ. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ?
ഇവിടെ എല്ലാവരും ഉണ്ട്. എന്താ കാര്യമെന്ന് പറയൂ. ചേച്ചി ടെൻഷൻ അടിക്കരുത്, ബഹളം ഉണ്ടാക്കുകയും ചെയ്യരുത്. എന്താ അനുപേട്ടൻ എവിടെ? അനുപേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അയ്യോ, ചെറിയൊരു ആക്സിഡന്റ് പറ്റി. അനുപേട്ടൻ എന്തു പറ്റി? അനുപേട്ടൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഹലോ ഹലോ. അയ്യോ എന്താ മോളെ, എന്തു പറ്റി? എന്താ മീരെ, അനൂപാണ് ഇപ്പൊ വിളിച്ചത്. അച്ഛാ, ഹലോ. എടുത്തി എന്താ എടുത്തി പറ്റിയേ? ഫോണിങ് തന്നെ. നിങ്ങൾ ആരാ? മീരെ എന്താ പറഞ്ഞത്? അമ്മേ, അമ്മേ, അനുപേട്ടൻ എന്തേലും പറ്റോ? എന്താ അനൂപിന്? ആരാ നിന്നെ വിളിച്ചത്? നീ ബഹളം വയ്ക്കാതെ അർച്ചന സംസാരിക്കട്ടെ. എന്താ വിവരം അറിയട്ടെ. എന്ത് പറ്റിയതാണോ? അവൻ അപകടം പറ്റിയെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഞാൻ ഈ അങ്ങോട്ടേക്ക് വരാം. ആ ശരി. അർച്ചനെ, എടുത്തി. എനിക്ക് എന്റെ അനുപേട്ടനെ ഇപ്പൊ കാണണം. അനുപേട്ടൻ എന്താ പറ്റിയേ? അർച്ചന, താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. അനുപേട്ടൻ എന്താ സംഭവിച്ചത്? ആ പയ്യൻ പറഞ്ഞ ശരിയാ, ഒരു ആക്സിഡന്റ് പറ്റി. അയ്യോ, അനുപേട്ടൻ. പക്ഷേ നിങ്ങളാരും ടെൻഷൻ ആവണ്ട. അപകടം പറ്റിയത് അനുപേട്ടനല്ല. പിന്നെ താനൊന്ന് വിശദമായിട്ട് പറയണോ? അത് അനുപേട്ട ബൈക്കിൽ വരുമ്പോൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടൊരു പെൺകുട്ടി റോഡ് ക്രോസ് ചെയ്ത് പെട്ടെന്ന് ബൈക്കിന് കുറുകെ ചാടി. അപ്രതീക്ഷിതമായിട്ട് എടുത്ത് ചാടിയതുകൊണ്ട് അനുപേണ്ണ വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയില്ല. ആ പെൺകുട്ടിയെ വണ്ടി ഇടിച്ചു. കുറച്ച് സീരിയസാ. എല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മോനെ സച്ചി, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാം. അവനോട് ഒറ്റയ്ക്കല്ലേ? ഹോസ്പിറ്റലിലേക്ക് പോയിട്ടിപ്പോൾ കാര്യം ഉണ്ടാവില്ല. അതെന്താ? ഞാൻ ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അനുപേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തൊക്കെയാ മാഷ ഇത്? പോലീസ് അനുപേട്ടനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്റെ അനുപേട്ടനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം. എന്താ മോനെ ഇപ്പൊ ചെയ്യുന്നത്? നമുക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? അതെ, നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാനിപ്പോ തന്നെ പോവാം. അനുപേട്ടനെ കൊണ്ടേ ഞാൻ വരും. സച്ചേട്ടാ, ഞാൻ വരണോ? ഏയ് വേണ്ട, ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഇപ്പൊ ചെന്ന് കയറാൻ പറ്റില്ല. ആരാ എന്താണെന്നറിയാതെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറിയാ അത് കൂടുതൽ പ്രശ്നങ്ങളാവും. എന്തായാലും പോലീസ് ഇടപെട്ടല്ലോ, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ആദ്യം അനുപേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സച്ചി, അനുപേട്ടനൊന്നും പറ്റല്ലേ? എന്ത് പറ്റാൻ? വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതിനെ ഫേസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. ഏതായാലും അനുപേട്ടന് അപകടമൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അനുപേട്ടനെ കൊണ്ടേ ഞാൻ വരൂ. ഒന്നുമില്ല മോളെ. മീരെടുത്തി കരയാതെ, അനുപേട്ടനൊന്നും സംഭവിക്കില്ല. എന്റെ അനുപേട്ടൻ. എടുത്തി വിഷമിക്കല്ലേ.
എന്താ കൈക്ക് വല്ലതും പറ്റിയോ? എവിടെയെങ്കിലും വീണോ? നോക്കട്ടെ. ഹ, ഞാനൊന്ന് നോക്കട്ടെ. നിക്കങ്ങോട്ട്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആരോടെങ്കിലും തല്ലോ വഴക്കോ ഉണ്ടാക്കിയോ? കണ്ടിട്ടതുപോലെ ഉണ്ട്. വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാം. ഡോക്ടറെ കണ്ടിട്ട് തന്നെ ഞാൻ വന്നത്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഏത് ഡോക്ടറെ കണ്ട കാര്യമായി പറയുന്നത്? അതറിഞ്ഞിട്ട് നിനക്കെന്താ? നീ ഇപ്പൊ എന്റെ ശത്രുപക്ഷത്തല്ലേ? സ്വന്തം അനിയത്തി ശത്രുവെങ്കിലേ അത് ചേച്ചിയുടെ ഗുണം കൊണ്ടായിരിക്കും. നന്ദേട്ടാ, ഇത് കണ്ടില്ലേ? അവന്തിക്ക് എടുത്തൊരു കൈക്ക് വീണ്ടും എന്തോ പറ്റി. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോ വേണ്ടെന്ന് പറയുന്നു. ഇതിനുള്ള ചികിത്സ ഞാൻ കൊടുത്തോളാം. നീ എന്താടി കരുതിയത്? അവിടെ ചെന്ന് സന്ധ്യയെ തല്ലിയാൽ ചോദിക്കാൻ ആരും വരില്ലെന്നാണോ? എന്താ? അത് ചോദിക്കാനാണോ നിങ്ങൾ വന്നത്? എങ്കിൽ എനിക്കും ചിലത് ചോദിക്കാനുണ്ട്. നിനക്കുള്ള ഉത്തരം ഞാൻ തരാം. താ വിളിച്ചോ. എണീറ്റ് പോടി. നന്ദ, എന്താ നീ കാണിക്കുന്നേ? അവളെ വിടാൻ, അവളെ വിടാനല്ലേ പറഞ്ഞേ? അവളെ ഇന്ന് കൊല്ലും ഞാൻ. എന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. മാറി നിൽക്കാൻ നിന്നോട് മാറാനല്ലേ പറഞ്ഞ? മാറി നിൽക്കാൻ അങ്ങോട്ട്. എന്താ ഇവിടെ സംഭവിച്ചത്? നന്ദേട്ടനിപ്പ എന്നെ വേണ്ട, അത് തന്നെ കാരണം. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ അച്ഛൻ തീരുമാനിച്ചു. പക്ഷെ നന്ദേട്ടൻ എന്താ ചെയ്തേ? ആ സമയത്ത് വേറൊരുത്തിയുടെ കൂടെ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയി. എന്നിട്ടിപ്പോ ഏത് നേരത്തും അവളുടെ കൂടെ. ഞാനാ നിങ്ങളുടെ ഭാര്യ, അല്ലാതെ അവളല്ല. നീ എന്റെ ഭാര്യയായിരുന്നു. പക്ഷേ ഇപ്പൊ മനസ്സിൽ പോലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, അല്ലാതെ അവളെ പോയി തല്ലുകയല്ലേ വേണ്ടത്. പിന്നീട് ആവർത്തിച്ച് അവളെ ഞാൻ തല്ലില്ല. ഞാൻ ചിലപ്പോ അവളെ കൊന്നു വരും. ആരുടെ കാര്യം നിങ്ങൾ ഈ പറഞ്ഞു വഴക്കിടുന്നത്? എന്തൊരു സംസ്കാരമാണത്? ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ ഇതാണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി തല്ലുണ്ടാക്കുവാണോ വേണ്ടത്? നിനക്കത് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ എന്ത് തെറ്റാ എന്റെ ഭർത്താവിനോട് ചെയ്തത്? 7 വർഷം ഇയാൾ എന്നെ കളഞ്ഞിട്ട് പോയപ്പോ ഞാൻ ഇയാൾക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? അച്ഛൻ പറ, അതിനെ നിനക്കറിയില്ലേ? നീ ഒരു പെണ്ണല്ലേ, നിനക്കൊരു കുഞ്ഞുണ്ട്, അച്ഛനെയും പ്രഗ്നന്റാ. മൂത്ത മരുമോളായ ഞാനോ എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഒരു കാര്യം ഞാൻ എല്ലാവരോടായിട്ട് പറയാം, എന്റെ ഭർത്താവിനെ മറ്റൊരുത്തിക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുപോലെ ഇയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും ഞാൻ തയ്യാറല്ല. എന്റെ മരണം വരെ ഞാൻ ഇയാളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ കഴിയും. നിനക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, പക്ഷേ നിന്റെ ഭർത്താവായിട്ട് ഞാൻ ഇനി ഈ വീട്ടിലുണ്ടാവില്ല. നിർത്തണ. പറഞ്ഞു രണ്ടുപേരും എങ്ങോട്ടായി പോകുന്നത്? തമ്മി തല്ലി തല കയറാനാണോ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് തീർക്കണം, അല്ലാതെ ഇതുപോലെ പുറത്ത് വാരി വലിച്ചിട്ട് അലക്കരുത്. ഇതുപോലൊരു നാണക്കേട് വേറെ ഉണ്ടോടാ? അവന്തിയെ കുറ്റം പറയാൻ പറ്റില്ല, അവള് നിന്റെ ഭാര്യ. ഒരു കാര്യം ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയാം, ഇവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവൾക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും.
നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകൾ അവന്തിക. അത് നീ മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, മേലിൽ ഉപദ്രവിക്കാൻ വേണ്ടി ഇവളുടെ ദേഹത്ത് കൈവച്ച് പോകരുത്. ഇനി ഇവളെ ഇതുപോലെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. പെണ്ണുങ്ങളെ തല്ലുന്നത് ആണത്വമല്ലടാ, അത് ഭീരുത്വമാ. തല്ലി തോൽപ്പിച്ചല്ല ഭാര്യയെ കീഴടക്കേണ്ടത്, സ്നേഹം കൊണ്ടാ. ഇതൊക്കെ നിങ്ങൾ ഇനി എന്നാ പഠിക്കുന്നത്? ഒരാളുടെ കാര്യം മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരോടും കൂടിയാ ഞാൻ ഈ പറയുന്നത്. അവസാനമായി ഒന്നുകൂടി ഞാൻ പറയാം. ഇവളെ ഉപേക്ഷിക്കാനുള്ള എന്തെങ്കിലും തീരുമാനം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. അതിനെക്കുറിച്ച് എന്റെ മരണത്തിന് ശേഷം നീ ആലോചിച്ചാൽ മതി. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകൻ ഭാര്യ ഉപേക്ഷിച്ചെന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ അപമാനം സഹിക്കുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ്.